നോക്കൂ, നമ്മളിപ്പം ഈ രാഷ്ട്രീയപരവും അല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഒരു ദിവസം നമ്മൾ ചർച്ച ചെയ്ത് പോകുമല്ലേ. പക്ഷെ ഇപ്പോൾ രാജ്യത്ത് കൂടുതൽ ചർച്ചയാകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ E20 പെട്രോൾ വാഹനങ്ങൾക്ക് കേടുപാടുകൾ ഉണ്ടാകില്ലെന്ന് പലവട്ടം ഉറപ്പിച്ച് പറഞ്ഞിരുന്ന കേന്ദ്ര സർക്കാർ ഒടുവിൽ അത് തിരുത്തി പറഞ്ഞിരിക്കുകയാണ്. 2005 ഏപ്രിൽ 1-നും 2016-നും ഇടയിൽ നിർമ്മിച്ച BS3 വാഹനങ്ങളിൽ E20 പെട്രോൾ ഉപയോഗിക്കുമ്പോൾ വാഹനത്തിലെ ചില റബ്ബർ ഭാഗങ്ങളും എഞ്ചിൻ ഗാസ്കറ്റുകളും ഒക്കെ മാറ്റേണ്ടി വന്നേക്കാമെന്നാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി തന്നെ രാജ്യസഭയെ അറിയിച്ചത്. പക്ഷേ എന്ത് വന്നാലും E20 പെട്രോൾ രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്നതിൽ നിന്ന് പിന്നാക്കം പോകില്ല എന്ന് കേന്ദ്രവും വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയമാണ് ഇന്ന് നമ്മുടെ ലീഡേഴ്സ് മോർണിംഗും ചർച്ചയാക്കുന്നത്. അപ്പോൾ എനിക്കൊപ്പം ഇന്ന് അതിഥിയുള്ളത് നമ്മുടെ വോളിലല്ല, ഫ്ലോറിലാണ്. പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, വണ്ടിപ്രാന്തൻ എന്ന ഒരൊറ്റ പേര് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയായിരിക്കും. നമുക്ക് വെൽക്കം ചെയ്യാം ശ്രീ രാജേഷ് നാരായണനെ. ഹായ്. ഹായ്. ഗുഡ് മോർണിംഗ്. ഒരു ചെറിയ തിരുത്ത്, രാകേഷ് നാരായണൻ. രാകേഷ് നാരായണൻ. ഓക്കെ. അപ്പോ സുഖം? സുഖം. സന്തോഷം. സന്തോഷം. ഓണമൊക്കെ വരാൻ പോകുന്നു. അതിനൊരു കോസ്റ്റ്യൂം ഒക്കെ ഉണ്ട്. അങ്ങനെയല്ല. ഓക്കെ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ E20 പെട്രോള് വരുന്നത് കൊണ്ടുണ്ടാകുന്ന കുറെ പ്രശ്നങ്ങൾ, അപ്പൊ അതാണിപ്പം സമൂഹം ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. വണ്ടിപ്രാന്തൻ എന്നുള്ള നിലയിൽ ഞാൻ ഇത് വന്നപ്പോ തന്നെ ഒരു വീഡിയോ ഉണ്ടാക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് E20യുടെ എതിരൊന്നുമില്ല. പ്രകൃതി സംരക്ഷണം അല്ലെങ്കിൽ എന്താ പറയുക, കർഷകർക്ക് കൂടുതൽ വരുമാനം കിട്ടുന്നു, എല്ലാം നല്ലതാ. പക്ഷേ E20യുടെ കൂടെ അല്ലെങ്കിൽ E20ക്ക് വില കുറച്ച് സാധാ പെട്രോളിന്റെ പ്രൈസിന് കൊടുത്തിരുന്നെങ്കിൽ നല്ലതാന്ന് തോന്നി. അതാണ് ആദ്യത്തെ ഒരു ടേക്ക് ഇതിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. E20 എന്ന് പറയുന്നത് ഡയറക്റ്റ്ലി എഞ്ചിന് കേട്ടുള്ള സാധനമല്ല, പക്ഷേ അത് 8ന്റെ പണി തരും. ഇപ്പം ഈ E20 വാഹനങ്ങളൊക്കെ ഇറക്കുന്നുണ്ട്. ഇപ്പം പുതിയ വാഹനങ്ങളൊക്കെ E20 പെട്രോളിനൊക്കെ അനുകൂലമായിട്ടുള്ള, അപ്പം ഈ വാഹന ഉടമകളും ഇതിന് അനുകൂലമാണ് ഇപ്പോഴത്തെ. പക്ഷേ നേരത്തെയുള്ള വാഹനം ഇപ്പം നമുക്ക് എല്ലാവർക്കും പോയി എപ്പോഴും പുതിയ വാഹനങ്ങൾ വാങ്ങാൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ഇതൊരു വലിയ പ്രശ്നമല്ലേ. മാത്രമല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേന്ദ്രം പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ 88,000 കോടിക്ക് മുകളിൽ ആളുകൾക്ക് നഷ്ടം വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന കാറുകളെ കുറിച്ചാണ്. നമ്മൾ പറയാതെ പോകുന്നൊരു വിഭാഗമുണ്ട്, അത് ബൈക്കാണ്. ഏറ്റവും സാധാരണക്കാരന്റെ വണ്ടി ബൈക്കാണ്. അതിന് ഫ്യൂൽ ഇഞ്ചക്ഷൻ അല്ല, കാർബറേറ്റർ ആണ് പല വണ്ടികൾക്കും, പഴയ വണ്ടികൾക്ക്. ഈ കാർബറേറ്റർ കംപ്ലൈന്റ് ആവാന്ന് പറയുന്നത് ഭയങ്കര പ്രശ്നമാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു എൻഫീൽഡിന്റെ ഫ്യൂവൽ ചോർന്നു എന്ന് പറഞ്ഞിട്ട് ഒരാൾക്ക് വലിയ പിഴയൊക്കെ ഇടുണ്ടായിട്ട് നിങ്ങൾക്ക് അറിയണ്ടാവും, ന്യൂസ് ഉണ്ടായിരുന്നു. അയാൾ നിർത്തിയിട്ടാ, അയാളുടെ കാർബറേറ്റർ ലീക്കായി പോയത് അയാൾ നിർത്തിയിട്ടാണ്. അതിന് കാരണം ഒരു പരിധിവരെ, അതായത് ഞാൻ പറയുന്നത് ഡയറക്റ്റ്ലി അല്ല, ഇൻഡയറക്ട്ലി ഈ ഒരു E20 ആവാം, അല്ലെങ്കിൽ ഇതുപോലുള്ള കാര്യങ്ങളാവാം. അതെ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം അഡ്രസ്സ് ചെയ്യേണ്ടത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങളാണ് ആദ്യം. അതെ. അപ്പം ഇതിന് ഇപ്പം നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇപ്പം വാഹനമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരാൾ, അതിനെ മൊത്തത്തിൽ അറിയാവുന്ന ഒരാളെന്നുള്ള നിലയിൽ, അതെ, അപ്പോൾ ഏറെക്കുറെ അല്ല മൊത്തത്തിൽ. അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഇതിൽ എന്താ ഒരു പരിഹാരം ഉണ്ടാവാൻ പറ്റുക? അതായത് ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ പുതിയ വാഹനങ്ങൾക്കൊക്കെ ഇത് ഓക്കെ ആപ്ലിക്കബിൾ ആണ്, പക്ഷേ പഴയ വാഹനങ്ങൾ ഉള്ളവർ എന്ത് ചെയ്യുന്ന പരിഹാരം പറയുന്നത് നിങ്ങൾ വേണമെങ്കിൽ പ്രീമിയം പെട്രോൾ അടിച്ചോ എന്നുള്ളതാണ്. പക്ഷെ അതൊരു അറഗന്റ് ആയിട്ടുള്ള ടേക്കാണ്. കാരണം അതിന് വില കൂടുതലാണ്. ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്നത്, ഞാൻ ഒരു ഗവൺമെന്റ് എതിരല്ല, നമ്മൾ എല്ലാ കാര്യങ്ങളും നന്നായി തന്നെ നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഇവർ ചെയ്യേണ്ടിരുന്നത് ഫ്യൂവൽ അല്ലെങ്കിൽ പെട്രോൾ ഒരു സാധാരണക്കാരന് വാങ്ങാവുന്ന പ്രൈസിന് ശരിക്കുമുള്ള പെട്രോൾ കൊടുക്കുക. അതിൽ കുറച്ച് വില കുറച്ച് E20 കൊടുക്കുക. E20 അടിച്ചോട്ടെ ആവശ്യമുള്ളൊരു, കാരണം അവരതിൻ്റെ കോൺസിക്വൻസസ് നേരിടാൻ തയ്യാറാണെങ്കിൽ അവരത് അടിച്ചോടിച്ചോട്ടെ. കാരണം അതിനകത്ത് ഗുണങ്ങളുണ്ടെന്ന് പറയുന്നു. അതായത് കൂടിയ ഒക്ടേൻ റേറ്റിംഗ് ഉണ്ട്, അതുകൊണ്ട് ജ്വലനം നന്നായിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗുണങ്ങളും പറയുന്നുണ്ട്. എല്ലാ സാധനത്തിനും പ്രോസ് ആൻഡ് കോൺസ് ഉണ്ടല്ലോ. ഇപ്പം ഞാൻ കൗതുകകരമായിട്ട് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ലണ്ടനിൽ ഒരു മാർക്ക് എന്ന് പറഞ്ഞ ആളുണ്ട്. പുള്ളി ബുഗാട്ടിയൊക്കെ മോഡിഫൈ ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടി കേടുവന്നിട്ട് പുള്ളി അതിൻ്റെ ഒരു പ്രശ്നം കണ്ടുപിടിച്ചത്, പഴയ ഓണർ ഒരിത്തിരി അർക്കീസായിരുന്നു, പിശുക്കനായിരുന്നു. പുള്ളി E10 പെട്രോളാണ് ഈ പ്രീമിയം കാറിൽ അടിച്ചിരുന്നതാണ്. അപ്പോൾ 10-15 വർഷം കഴിഞ്ഞപ്പോൾ ആ ഫ്യൂൽ ടാങ്കിനകത്തെ, ഫ്യൂൽ ഫിൽറ്ററിനകത്തെ അല്ലെങ്കിൽ ഫ്യൂൽ പമ്പിനകത്തെ ആ പൈപ്പ് തിരിച്ചു പോയി. $1 മില്യൺ കാറ് അല്ലെങ്കിൽ €1 മില്യൺ കാറ് വഴിയിലാവാൻ തക്കവണ്ണം കാരണമാണ് E10 എന്ന് പറയുമ്പോൾ നമ്മുടെ E10ന്റെ അവസ്ഥ അറിയാലോ. കൂടുതൽ പറയേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. ഇപ്പോൾ ഇതിനിപ്പോൾ രാജ്യവ്യാപകമായിട്ടൊക്കെ മുഴുവൻ എല്ലായിടത്തും വരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതിനിടയ്ക്കാണ് കേന്ദ്രത്തിൻ്റെ ഒരു കുറ്റസമ്മതമൊക്കെ വന്നത്. മാത്രമല്ല ഇപ്പം CJPയുടെ ഒരു പ്രതിഷേധം കണ്ടു കാണും. അതേപോലെ EJP എന്നുള്ള രീതിയിൽ അവരും ഒരു പ്രതിഷേധ കൂട്ടായ്മയൊക്കെ നടക്കുന്നുണ്ട്. വരുന്നത് നല്ലതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാധാരണക്കാരനാണ് ഇതിന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത്. കാരണം കാർബറേറ്റർ ഉള്ള വണ്ടി ഫ്യൂൽ ഓഫ് ചെയ്യാതെ പോയാൽ ഫുൾ ഓവർഫ്ലോ ആയിട്ട് എണ്ണ മുഴുവൻ പോകുന്നു, പെട്രോൾ നഷ്ടം. ഇതുപോലെ നിയമപ്രശ്നങ്ങൾ അല്ലെങ്കിൽ അത് അനുഭവിക്കേണ്ട ഒരു സാധാരണക്കാരാണ്. അപ്പോൾ ഇതിനൊരു പ്രക്ഷോഭം എന്നതിലുപരി നമുക്ക് നമ്മുടെ റൈറ്റ്സ് അല്ലേ, നമ്മൾ ഒരു
ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ജീവിക്കുമ്പോൾ നമുക്ക് പ്യൂർ പെട്രോൾ ഉപയോഗിക്കാനുള്ള അല്ലെങ്കിൽ വാങ്ങാനുള്ള കാശ് കൊടുത്ത് വാങ്ങാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, അത് കുഴപ്പമില്ല. ഈ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പം നിലവിൽ ഏതൊക്കെ വാഹനങ്ങൾക്കായിരിക്കും ഇത് കൂടുതലായിട്ടും ഉപയോഗിക്കാൻ പറ്റുക? E20 എന്ന് ഫ്യൂൽ ഫ്ലാപ്പ് തുറക്കുമ്പോൾ ടാങ്കിൻ്റെ അടപ്പിൻ്റെ അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അതായത് എഞ്ചിനുകൾ 2 ടൈപ്പിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഞാനൊരു ടെക്നിക്കലായിട്ട് പറയുകയാണ്. പെട്രോൾ എഞ്ചിന് ഒന്നെന്ന് പറയുന്നത് പോർട്ടിലാണ് ഇഞ്ചക്ഷൻ നടക്കുന്നതെന്ന് പറയും. സിമ്പിളായിട്ട് എയർ ഫിൽറ്ററിൽ നിന്ന് വരുന്ന എയർ ഫ്യൂലും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മുടെ എഞ്ചിൻ്റെ സിലിണ്ടറിനകത്തേക്ക് പോകുന്നത്, ഫയർ ആകുന്നത്. അത് ആ ഒരു സംഭവം ആ ഒരു എഞ്ചിന് വലിയ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഇല്ല. കാരണം E20 ഗുണം എന്ന് പറയുന്നത് E20 സോൾവെൻ്റ് ആണ്, ഒരു ക്ലീനിങ് സൊല്യൂഷൻ കൂടെയാണ്. അതുകൊണ്ട് പോർട്ട് ഇഞ്ചക്ഷൻ വരുന്ന വണ്ടികളിൽ അത് വലിയ പ്രശ്നമില്ലാണ്ട് കത്തിയങ്ങ് പൊക്കോളും. പക്ഷേ ഫ്യൂൽ ഇഞ്ചക്ഷൻ ഉള്ള വണ്ടികളിൽ ഇത് പ്രശ്നമാവും. കാരണം ഈ ടാങ്കിനകത്ത് E20 ഫ്യൂൽ കിടക്കുകയാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, സോൾവെൻ്റ് ആണ്, ക്ലീനിങ് സൊല്യൂഷനാണ്. ടാങ്കിലുള്ള സകല ഡേട്ടും അതിനകത്ത് അടിഞ്ഞു കൂടും. പിന്നെ അതാണ് ഫ്യൂൽ ലൈനിലൂടെ വന്നിട്ട് ഇഞ്ചക്ടറിലേക്ക് പോകുന്നത്. അത് ഇഞ്ചക്ടർ ക്ലോഗ് ചെയ്യും, എഞ്ചിന് പണി കിട്ടും. ഇത് വലിയ പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി ചിലപ്പോൾ മൈലേജ് കുറയും. അതായത് ഫ്യൂൽ ഇഞ്ചക്ടർ ക്ലോഗ് ചെയ്യുന്ന ഒരു ആദ്യത്തെ സിംറ്റമാണത്. അങ്ങനെ വണ്ടി നിൽക്കും. അപ്പോൾ അതൊരു 8ൻ്റെ പണിയായിരിക്കും. ഇപ്പോൾ ഫോക്സ് വാഗൺ പോലുള്ള വണ്ടികൾ അല്ലെങ്കിൽ E20 സപ്പോർട്ട് ചെയ്യാത്ത കുറേ വണ്ടികളുണ്ട്. ഫോർ എക്സാമ്പിൾ ഹോണ്ട പോലുള്ള കമ്പനികൾ കുറേ കാലം മുന്നേ തന്നെ അതിന് സപ്പോർട്ടാണ്. പക്ഷേ സപ്പോർട്ടല്ല, അത് എന്താ പറയുക, യൂസ് ചെയ്യാൻ തക്കവണ്ണം പര്യാപ്തമാണ്. പക്ഷേ മറ്റുള്ള വണ്ടികൾ അങ്ങനെയല്ല, ചില വണ്ടികളൊന്നും ഇല്ല എന്നുള്ള പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഫോക്സ് വാഗൺ ഇതൊക്കെ ഒരു പ്രശ്നമാണ്. കാരണം എനിക്ക് വീട്ടിൽ പോളോയാണ്, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പ്രശ്നമാണ്. അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിരിക്കും, അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്, വേറെ വഴിയൊന്നുമില്ല. അതുപോലെ ഞാൻ ബജാജിൻ്റെ എഞ്ചിനീയേഴ്സിനോട് സംസാരിക്കാറുണ്ട്. അത് ബ്രസീലിലൊക്കെ ഫ്ലെക്സ് ഫ്യൂൽ ഉണ്ട്, E80 ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ പറയുന്നത് E20 നിങ്ങൾ ഉപയോഗിച്ചോ, കുഴപ്പമില്ല, നിങ്ങൾ അതിനകത്ത് ഒരു ഇത്തിരി അഡിക്റ്റീവ് യൂസ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. പക്ഷെ അതും ഒരു പ്രോപ്പർ സൊല്യൂഷനായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പം എല്ലാത്തരം വാഹനങ്ങളും ഉപയോഗിക്കാറ്, ഇപ്പോൾ പുതിയ വാഹനങ്ങളും ഉപയോഗിക്കാറുണ്ട്, അതേപോലെ പഴയതും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുകയും. ഞാൻ ആക്ച്വലി യൂസ് ചെയ്യുന്നത് പഴയ വണ്ടിയാണ്. എനിക്ക് പഴയ വണ്ടികളോടാണ് കൂടുതൽ ഇഷ്ടം. അല്ല, ഞാൻ ചോദിക്കാൻ വന്നതെന്ന് വെച്ചാൽ ഇപ്പം 2 പെട്രോളും മാറുമ്പം അതെന്തെങ്കിലും ഈ വാഹനത്തിൽ ഒരു ലേമാൻ പെർസ്പെക്റ്റീവിൽ അത് വലിയ കാര്യമായിട്ട് അറിയാനൊന്നും പോകുന്നില്ല. അപ്പോൾ നമ്മൾ E20 ഓടിച്ചു തുടങ്ങിയ വണ്ടികളുടെ വ്യത്യാസം പെട്ടെന്ന് അറിയാനൊന്നും പറ്റില്ല. പക്ഷേ ശരിക്കും അതകത്ത് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് തന്നെയാണ് ശരിക്കും പറയാനുള്ളത്. ഇപ്പോൾ നമുക്ക് മൈലേജ് കുറവായിട്ട് തോന്നും. അതുപോലെ പവറിൻ്റെ കാര്യത്തിൽ വലിയ പ്രശ്നം വരാൻ ചാൻസ് കുറവാണെന്ന് തോന്നുന്നു. അതായത് E20 ഈ ഒരു ഒക്ടേൻ റേറ്റിംഗ് കൂടുതലാണെന്നുകൊണ്ട് എനിക്ക് കുറച്ചും കൂടി ഒരു ജ്വലനം ഉണ്ടെന്നൊക്കെ ഞാൻ വായിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വലിയ പ്രശ്നമായിട്ട് വരില്ല. പക്ഷേ ഫ്യൂൽ എഫിഷ്യൻസി ബാധിക്കും. ഇപ്പോൾ ചില ആളുകൾ ചില വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, പ്രീമിയം പെട്രോൾ അടിക്കുമ്പോൾ മൈലേജ് കൂടുതലാണെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇവിടെ കിട്ടുന്ന പ്രീമിയം പെട്രോൾ ഉണ്ടല്ലോ, അത് 100% പ്യുവർ പെട്രോൾ, അതിനകത്തും കളറൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. അതും ഒരു പ്യുവർ പെട്രോൾ അല്ല. അതിനകത്ത് റെഡ് കളർ കണ്ടില്ലേ? കാര്യമുണ്ടോ എന്ന് വെച്ചാൽ കാശ് കൊടുത്ത് അടിക്കാൻ തയ്യാറാണെങ്കിൽ അടിക്കാം, കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്. അതായത് ആ ലാഭം നമുക്ക് വേണമെങ്കിൽ മൈലേജിലൂടെ കിട്ടുന്നു, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുമ്പോൾ അത് വണ്ടിക്ക് മെയിൻ്റനൻസ് കുറവായിട്ട് കിട്ടുന്നൊക്കെ പറയാം. പക്ഷേ സ്റ്റിൽ ഞാൻ പറയുന്നത് നമ്മുടെ അവകാശമാണ് പ്യുവർ പെട്രോൾ കിട്ടണം എന്നുള്ളത്. അപ്പം ഈ പറഞ്ഞ പോലെ ടെക്നിക്കലി നോളജ് ഇല്ലാത്ത ആളുകളും ഉണ്ടാവും. അപ്പം നമ്മുടെ പ്രേക്ഷകരോട് ഇതിലിപ്പോൾ എന്താ പറയാനുള്ള ഒരു കാര്യം? ഇപ്പം ഇതിൽ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം വേണമെങ്കിൽ പറയാൻ പറ്റും. ഞാൻ മുന്നേ നമ്മളൊരു സാധാരണ മനുഷ്യന്മാരാണല്ലോ, നമുക്ക് വരുമാനം ഒരു സാലറി കിട്ടുന്നു, നമ്മൾ വണ്ടി ഫുൾ ടാങ്ക് അടിച്ചിരുന്നു, അത് തീരുന്നു, അടുത്ത മാസം പോകാപ്പോഴേക്കും അങ്ങനെയാണ്. അത് ചെയ്യാണ്ടിരിക്കുക, അതായത് ആവശ്യമുള്ള പെട്രോൾ അടിച്ച് ഓടിക്കുക എന്നുള്ളതാണ്. കാരണം ടാങ്കിൽ പെട്രോൾ കിടക്കുമ്പോൾ അത് കുറേ ദിവസം ഉപയോഗിക്കാതിരുന്നാൽ അതിലെ വെള്ളം വേർപ്പെടും. ആ വെള്ളം വേർപ്പെടുന്നത് അതിൻ്റെ ആദ്യത്തെ പ്രശ്നമാണ്. അവിടെ നിന്ന് അങ്ങോട്ടാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്. റബ്ബറുകൾ ദ്രവിപ്പിക്കും, ഇഞ്ചക്ടറിൻ്റെ ഇഷ്യൂ വരും, ഈ പറഞ്ഞ മാതിരി ചളിയും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ കയറിപ്പോവും, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പെട്രോൾ അടിച്ച് അതങ്ങ് തീർത്ത് വണ്ടി കൊണ്ട് വീട്ടിലിടുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു. എനിക്ക് തോന്നുന്നു മറ്റ് പെട്രോളിനെ അപേക്ഷിച്ച് E20 അടിക്കുമ്പോൾ അത് ഈ ഈർപ്പവും അടിച്ചാലുള്ള സാധ്യത ഭയങ്കര. അതെ, അതാണ് സംഭവം. അത് E20 എന്ന് പറയുന്ന ഒരു സംഗതി എന്ന് പറയുന്നത് ഓക്കെ, അത് പ്രകൃതിക്ക് ഇണങ്ങുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വണ്ടികൾക്ക് അത് അത്ര ഇണക്കമൊന്നുമുള്ള സാധനമല്ല. നമ്മൾ ഒരു മെക്കാനിക്കൽ എമ്പതിയുള്ള ആളല്ലേ, അപ്പോൾ നമുക്ക് വണ്ടിയോടുള്ള ഒരു ഇഷ്ടമുണ്ടല്ലോ, നമ്മൾ വണ്ടി നശിപ്പിക്കാൻ കൂട്ടുന്നില്ല, അതെന്തുമാലും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എക്സ്ട്രാ കാശ് കൊടുത്ത് കൂടുതൽ പൈസ കൊടുത്ത് പ്രീമിയം പെട്രോൾ അടിക്കും. ഇപ്പോൾ 140 രൂപയുടെ ഉള്ളിലൊക്കെയാണ് പെട്രോളിന്. XP 100 ആണെന്ന് തോന്നുന്നു ഇവിടെ E20 ഇല്ലാത്തൊരു പെട്രോൾ ഉള്ളത്. ബാക്കിയുള്ള സ്പീഡിലൊക്കെ 95 എല്ലാം സ്പീഡിലെല്ലാം ഉണ്ട്, E20 ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതടിക്കുക എന്നുള്ളതാണ് ആകെയുള്ളൊരു സൊല്യൂഷനോട് പറയുന്നത്. ഒരു കാര്യം കൂടി എനിക്ക് ഈ E20 ആയിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാനുണ്ട്. ഇപ്പം E20 മാത്രമല്ല, ഒരു 5 നമ്മുടെ പെട്രോളിലൊക്കെ ഇപ്പോൾ ഇത്രയും മാറ്റങ്ങളൊക്കെ വന്നല്ലോ, അപ്പോൾ ഒരു 5-10 വർഷത്തിനുള്ളിൽ നമ്മൾ എന്ത് പ്രതീക്ഷിക്കണം? നമ്മൾ ഇതിൽ കൂടുതലൊക്കെ പ്രതീക്ഷിക്കണം. ഫ്ലെക്സ് ഫ്യൂല് E80 ഒക്കെ വരും. ഇപ്പോൾ മാരുതി സുസുക്കി വാഗണാർ ഓൾറെഡി ഇറക്കി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ എന്താ പറയുക, ഇന്റർനാഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക വികസിത രാജ്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് അങ്ങനെ കാര്യത്തിൽ. ഒരുപാട് ഫ്യൂൽ ഓപ്ഷൻസ് ഉണ്ട്, ഇലക്ട്രിക്, CNG, പെട്രോള്, ഇപ്പോൾ ഫ്ലെക്സ് ഫ്യൂവല്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു മെയിൻ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഫ്യൂലുള്ള വണ്ടികളും വാങ്ങി ഉപയോഗിക്കാനുള്ള അവസരം വരിക എന്നുള്ളതാണ്. അവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഡീസലിലാണെങ്കിൽ നമുക്കറിയാം DPF-ഉം അല്ലെങ്കിൽ ഞങ്ങളുടെ ഇഷ്യൂസ് നമുക്ക് കേട്ടിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ AdBlue ഒഴിക്കണം എക്സ്ട്രാ, അങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ട്. എല്ലാം പ്രകൃതിക്ക് വേണ്ടിയാണല്ലോ എന്ന് സമാധാനിക്കുമ്പോഴാണ് ഒരു സുഖം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഞാൻ വണ്ടിപ്രാന്തനിലേക്ക് വരികയാണ്. എന്ന് തൊട്ടാണ് ഈ വണ്ടിപ്രാന്ത് തുടങ്ങിയത്?
വണ്ടിപ്രാന്ത് ജനിച്ചപ്പോൾ മുതലുണ്ട്. ഓക്കെ. അത് ഒരു തുടക്കം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അത് അവിടെ ഉണ്ട്. പക്ഷെ 2009 കാലഘട്ടത്തിൽ നമ്മൾ IT വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ IT എഞ്ചിനീയറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് അന്ന് ഗൂഗിളിൽ ബ്ലോഗ് സ്പോട്ടൊക്കെ തുടങ്ങുന്ന സമയം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ URL കിട്ടി, vandipranthan.blogspot.com. അവിടെയാണ് ഇത് തുടങ്ങുന്നത്. ഓക്കെ. ഇതുവരെ ഞാൻ ചോദിച്ച പോലെ ഇതുവരെ എത്ര വാഹനങ്ങൾ ഓടിച്ചിട്ടുണ്ടെന്നുള്ളതിൽ വല്ല ഊഹമുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. പിന്നെ വേണമെങ്കിൽ എക്സാജറേറ്റ് എല്ലാ വണ്ടി ഓടിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ ഓടിക്കാത്ത ഒരുപാട് വണ്ടികളുണ്ട്, ഉറപ്പായിട്ടുണ്ട്. അതായത് ഓരോ ദിവസം വരുമ്പോൾ നമുക്കറിയാം ഈ വണ്ടി ഓടിച്ചില്ലല്ലോ. ഞാൻ ലിസ്റ്റൊക്കെ ഉണ്ടാക്കുന്നത് എക്സൽ ഷീറ്റിൽ. അപ്പോൾ എനിക്ക് ഒരു കമ്പനിയിൽ ഇന്ന വണ്ടികൾ ഞാൻ ഓടിച്ചിട്ടില്ല എന്നൊക്കെ ഉണ്ട്. അങ്ങനെയാണ് ഞാൻ വണ്ടികൾ ചേസ് ചെയ്ത് പോകുന്നത്. ഇത് ഓടിക്കണോ, ഇത് ഓടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ. ഓക്കെ. ഇപ്പം നമ്മൾ ഈ കുഞ്ഞിലേക്ക് നമുക്കൊരു സാധനത്തിനോട് ഒരു ഇഷ്ടം തോന്നണമെങ്കിൽ ആരെങ്കിലും ഇപ്പം അച്ഛൻ വാഹനം ഓടിക്കുന്നത് കണ്ടിട്ട് നമുക്ക് അതിനോട് അച്ഛനെ പോലെ വണ്ടി ഓടിക്കാൻ പറ്റില്ലെങ്കിൽ അല്ലെങ്കിൽ ചേട്ടനെ പോലെ ഓടിക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെയാണ് പലർക്കും തുടങ്ങുക. അപ്പം രാകേഷിന് അങ്ങനെ എനിക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. എൻ്റെ വീട്ടിൽ വണ്ടി ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ ഫാമിലിയിൽ, അതായത് എൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലിയിൽ ആദ്യമായിട്ട് കാർ വന്ന് ഞാനാണ്. അപ്പോൾ നമ്മൾ സാധാരണക്കാരാണ്, വളരെ സാധാരണക്കാരുള്ള ആളായിരുന്നു. അതൊരു മാരുതി 800 ആയിരുന്നു. അപ്പോൾ വണ്ടി എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഓർമ്മ എന്ന് പറയുന്നത്, ഞാൻ പഠിച്ചത് കലാമണ്ഡലത്തിലാണ്. ഓക്കെ. അപ്പോൾ അവിടെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ വൈകുന്നേരത്ത് ഇരിക്കുമ്പോൾ കാർഗിൽ വിന്നർ എന്ന് പറഞ്ഞിട്ട് ബസ് ഉണ്ടായിരുന്നു. അന്ന് കാർഗിലൊക്കെ വിജയിച്ച സമയമാണ്. അത് പാലക്കാട് അല്ല, പത്തിരിപ്പാല തൃശ്ശൂർ വണ്ടിയായിരുന്നു. അതിന്റെ ഹോണടി കേട്ട് അത് വരുന്ന കേട്ട അങ്ങനെയുള്ള ഒരു ചെറിയ കൗതുകങ്ങളല്ലോ. അവിടെയൊക്കെയാണ് നമ്മളതിന്റെ തുടക്കം എന്നൊക്കെ പറയുന്നത്. പിന്നെ ഒരു സുഹൃത്തിന്റെ ഒരു അച്ഛനൊരു ലോറി ഉണ്ടായിരുന്നു. അന്ന് ഈ കൊച്ചു പിള്ളേരൊക്കെ വണ്ടി ഓടിക്കായിരുന്നു. ഇന്നത്തെ പോലെ അത്ര ഇഷ്യൂസ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ അദ്ദേഹം വന്നിട്ട് വണ്ടി ഓടിച്ച കഥകളൊക്കെ പറയുമ്പോൾ നമുക്ക് അറിയാം ഇതിന് ഒരു ആകാംക്ഷ വരും. അപ്പോൾ അവരുടെ കൂടെ നമ്മൾ കാര്യങ്ങൾ സംസാരിക്കും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരു രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് അല്ല, ഫസ്റ്റ് സ്റ്റെപ്പ് ഓൾറെഡി കഴിഞ്ഞു, അതവിടെ ഉണ്ട്. അപ്പോൾ ചേട്ടൻ കലാമണ്ഡലത്തിൽ കലാമണ്ഡലത്തിന് ഞാൻ കഥകളിയുടെ മേക്കപ്പ് ഉണ്ട്, ചുട്ടി എന്ന് പറഞ്ഞിട്ട്. അത് ചുട്ടി കോസ്റ്റ്യൂം എന്ന് പറയാം. 5 വർഷം ഞാൻ അത് പഠിച്ചായിരുന്നു അവിടെ. അതിനുശേഷമാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. ഇല്ല, ഒന്നും ഓർമ്മയില്ല, ഒരു ഓർമ്മയില്ല. ഓക്കെ. ഈ ഒരു വാഹനം ഇപ്പം നമ്മൾ ചാനൽ കാണുമ്പോഴത്തേനും മനസ്സിലാവുന്നത്, ഇപ്പോൾ ഒരു വാഹനത്തിലേക്ക് നമ്മൾ കയറിയാൽ നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കാത്ത കുറേ സാധനങ്ങൾ, ഇപ്പം AC-ൻ്റെ സ്വിച്ച് എന്താ ഇതിൽ ഇത്രയും വലുതായിട്ടിരിക്കണേ, ഇതിൻ്റെ ഗിയർ ലെവൽ എന്താ ഇങ്ങനെ ഇരിക്കണേ, അങ്ങനെയൊക്കെ തുടങ്ങി ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും പറയും. അപ്പം ഒരു വാഹനം ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പോകുമ്പോഴത്തേക്കും അതിനെക്കുറിച്ച് കീനായിട്ട് പഠിച്ചതിന് ശേഷമാണ് പോണേ. അതങ്ങനെ പറ്റൂ. കാരണം ഒരു വണ്ടി ഇറങ്ങുമ്പോൾ ഇപ്പോൾ നമുക്ക് കബഡി വെച്ച് നോക്കാൻ പറ്റില്ല എന്ന് പറയില്ലേ. കാരണം എല്ലാവരും പറയും വണ്ടിയെക്കുറിച്ച് അറിയണമെങ്കിൽ വണ്ടിയെക്കുറിച്ച് അറിയണം. ഒന്നുമല്ല, എല്ലാം നമുക്ക് കമ്പനികൾ എന്ത് പറയുന്നു അതിനെ ഫോളോ ചെയ്യാനേ പറ്റുള്ളൂ. കാരണം അവരിറക്കുന്ന വണ്ടി അവരുടെ എഞ്ചിനീയേഴ്സ് തീരുമാനിക്കുന്നു, അവർ എന്ത് ചെയ്യുന്നു എന്നുള്ള അവർ പറയുന്നു, ബ്രോഷർ തരുന്നു. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ എല്ലാ കമ്പനികളും ഒരു ഡ്രൈവിന് മുന്നേ ഒരു പ്രസൻറ്റേഷൻ ചെയ്യും, ഇന്നൊക്കെയാണ് ഈ വണ്ടിയിലുള്ളത്. അതിനപ്പുറത്ത് നമുക്ക് എന്ത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിനകത്ത് പോയിന്റ് എന്ന് പറയുന്നത്. ഇവർ കൊടുത്തതിൻ്റെ പിന്നിൽ എന്താണ്, അല്ലെങ്കിൽ ഈസ്റ്റർ എഗ്സ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ തപ്പി പോകാറുണ്ട്. അതാണ് ചെയ്യാനുള്ളത് ഇതിനകത്താകെ. നമുക്ക് ഇപ്പം കൂടുതലും ഇറങ്ങുന്നത് EV-കളാണല്ലോ. ഇപ്പം മറ്റ് EV-യുടെ ഒരു കടന്നുകയറ്റം ഉണ്ട് ഉറപ്പായിട്ടും. ഓക്കെ. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ഇപ്പം നമ്മുടെ സാധാരണ ഇപ്പോൾ പെട്രോൾ കാർ അല്ലെങ്കിൽ ഡീസൽ കാറിൽ നിന്ന് EV-ലോട്ട് മാറുമ്പോഴത്തേക്കും ശരിക്കും ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നാട് കംപ്ലീറ്റ്ലി EV-യിലേക്ക് മാറാറായിട്ടുണ്ടോ? ഒരു കണക്കിന് EV-യിലേക്ക് മാറാറായോ എന്ന് ചോദിച്ചാൽ അതങ്ങനെ ആവുമൊന്നുമില്ല. അതായത് എല്ലാം തികഞ്ഞ് നമുക്ക് പോകാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, അതായത് നമ്മൾ നാട്ടിൽ ഞാൻ ഈ കലാമണ്ഡലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാട്ടിൽ നിന്ന് ബസ് കയറിയിട്ട് പോകുന്ന സമയത്ത് അന്ന് ബസ്സുകൾ കുറവാണ്, ജീപ്പുകളൊക്കെയാണ് എടുക്കുന്നത്. അപ്പോൾ അന്ന് പെട്രോൾ പമ്പ് എവിടെയില്ല, പല സ്ഥലത്തും ഇല്ല. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി കാനിൽ പെട്രോൾ വാങ്ങി ഡീസൽ വാങ്ങിയിട്ട് തിരിച്ചു കൊടുത്ത് വണ്ടിയിൽ വെച്ച് വണ്ടി ഓടിച്ച കഥയുണ്ട്. അത്രയ്ക്കൊന്നും കഷ്ടപ്പാടില്ലല്ലോ. ചാർജിങ് സ്റ്റേഷനുകൾ മുക്കിലുണ്ട്. EV-യിലേക്ക് പോകാനായിട്ട് അങ്ങനെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എന്തായാലും EV ഉപയോഗിച്ച് തുടങ്ങാൻ എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികളിൽ ഒരു ബൈബാക്ക് പ്രൊട്ടക്ഷൻ വരെ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അത് ഒരു കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. മെയിനായിട്ടൊരു മാറ്റം തോന്നിയിട്ടുള്ള ഏതിലൊക്കെയാണ് എന്ന് വെച്ചാൽ EV-യിൽ പെട്രോളിൽ നിന്ന് EV-യിൽ അല്ലെങ്കിൽ ഡീസലിൽ നിന്ന് EV-യിലോട്ട് പോകുമ്പോഴത്തേക്ക് ഒരു വമ്പൻ മാറ്റം, ഇത് അടിപൊളിയാണല്ലോ അങ്ങനെ തോന്നിയിട്ടുള്ളത്? അത് ശബ്ദവും ലഹളയില്ല, അത് ഭയങ്കര സൈലന്റ്. പക്ഷെ അതൊരു പ്രശ്നം പോലെ നമ്മുടെ ഈ ഇപ്പൊ നമ്മൾ 2 വീലറിലൊക്കെ പോകുന്ന സമയത്താണെങ്കിൽ ഒന്നും അറിയാൻ പറ്റില്ല, ഇത് എവിടുന്ന കയറി വന്നേന്ന് ഒന്നും അറിയാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ പറയുമ്പോഴേ നമ്മൾ പഴഞ്ചനായി പോകും. കാരണം EV മാത്രം ഓടിച്ച ആൾക്കാർക്ക് ഈ പ്രശ്നമില്ലല്ലോ. നമ്മൾ പഴയ കാറുകൾ ഓടിച്ചു വന്ന് പുതിയ കാറുകളിലേക്ക് എത്തി വരുമ്പോഴേ നമുക്ക് പ്രശ്നമുള്ളത്. അപ്പൊ ആദ്യത്തെ ഒരു ഓണർ, അതായത് എൻ്റെ വണ്ടി, ഞാൻ ആദ്യമായിട്ട് വണ്ടി മേടിക്കുകയാണ്, ഞാൻ EV ആണ് മേടിക്കുന്നത്, എനിക്കെന്ത് പ്രശ്നം, ഇതിങ്ങനെയാണ്. അപ്പൊ അതൊരു വിഷയമല്ലല്ലോ. ഓക്കെ. നമ്മളൊരു പുതുതായിട്ട് ഇറങ്ങുന്ന ഒരു 5 കാറുകൾ അങ്ങനെ പറഞ്ഞാൽ ഏതൊക്കെ പറയാൻ പറ്റും? 5 കാറുകൾ എന്തിനു വേണ്ടിയിട്ടാണ്? വാങ്ങാൻ വേണ്ടിയിട്ടാണോ? അല്ല, വാങ്ങാൻ ഇപ്പൊ നമ്മുടെ പ്രേക്ഷകർക്ക് താല്പര്യം. ഇപ്പൊ ഓണമൊക്കെ ആണല്ലോ, ഓഫറുകളൊക്കെ. അങ്ങനെ ഇപ്പൊ ഇറങ്ങിയ കാറുകൾ എന്ന് പറയുന്നത് ലേറ്റസ്റ്റ് ഡ്രൈവ്സ് കഴിഞ്ഞത് മാരുതി ബ്രസ അവർ 1 ലിറ്റർ ടർബോ ഇറക്കിയിട്ടുണ്ട്. അത് നല്ല വാല്യൂ ആയിട്ട് തോന്നി. കാരണം പ്രൈസ് 740 അവർ ഇൻട്രൊഡക്ടറി പ്രൈസ് LX-ക്ക് കൊടുക്കുന്നത്. 10 ലക്ഷം താഴെ ഒരു ടർബോ പെട്രോൾ ഒരു SUV കിട്ടും എന്നുള്ളത് ബ്രസയുടെ കാര്യമാണ്. ഫുൾ ഓപ്ഷൻ അല്ല, ബേസ് മോഡൽ. പക്ഷേ ബേസ് മോഡൽ മതി, ഇറ്റ്സ് ഓക്കെ.
അതുപോലെ കിയയുടെ EV അവർ ബൈബാക്ക് പ്രൊട്ടക്ഷനൊക്കെ വെച്ചിട്ട് സിറോ CV ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ സിറോ CVക്ക് നല്ല റേഞ്ചൊക്കെ ഉണ്ട്, 500 കിലോമീറ്ററിന് പുറത്തൊക്കെ റേഞ്ച് പറയുന്നുണ്ട്. അപ്പോൾ സാധാരണക്കാരൻ EVയിലേക്ക് വരണമെങ്കിൽ തുടങ്ങാനായിട്ട് പറ്റിയ വണ്ടികളാണ്. ടാറ്റ പഞ്ച് EV ഉണ്ട്, അതും ഒരു നല്ല ഓപ്ഷനായിട്ട് കാണാവുന്ന കാര്യമാണ്. EV നമ്മൾ സംസാരിക്കുന്ന സ്ഥിതിയാണ് ഞാൻ പറയുന്നത്. ഇതൊന്നുമല്ല, ആദ്യത്തെ വണ്ടി EV ആക്കണമെങ്കിൽ ടിയാഗോ EV ഒരു നല്ല ഓപ്ഷനാണ് ഇന്നത്തെ കാലത്ത്. അങ്ങനെ നമുക്ക് ചെയ്യുന്ന ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മുടെ ഒരു പെട്രോൾ വാഹനം EVയിലോട്ട് EV ആക്കല്ല, ടിയാഗോ EV മേടിക്കണം പുതിയത്. കൺവേർട്ടിലൊക്കെ നടക്കുന്നുണ്ടായിരിക്കും എവിടെയൊക്കെ. നമുക്ക് ഇന്ത്യയിൽ അതങ്ങനെ, കേരളത്തിൽ അങ്ങനെ നമുക്ക് കണ്ടിട്ടില്ല. പുറത്തൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു ഓൾട്ടോക്ക് EV ആക്കി ഞാൻ കോയമ്പത്തൂർ ബാംഗ്ലൂർ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ നമ്മളത് കണ്ടിട്ടില്ല. അഞ്ചാമത്തെ വണ്ടി എന്ന് പറയുന്നത് ഒരു ഇത്തിരി ലക്ഷറി സെഗ്മെന്റിൽ വണ്ടി വാങ്ങണം എന്നാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതും EVയിലേക്ക് പോകേണ്ട ആവശ്യം തന്നെയാണ് വരുന്നത്. കാരണം ഇപ്പോൾ വോൾവോ പോലുള്ള കമ്പനികളൊക്കെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ കിയ EV6 പോലുള്ള വണ്ടികൾ EV വന്നിട്ടുണ്ട്. 50 ലക്ഷം രൂപ താഴെ നല്ല EVകളൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ ഞാൻ പേഴ്സണലി ഒരു EV പേഴ്സൺ അല്ല. എനിക്ക് പെട്രോൾ വണ്ടിയും അല്ലെങ്കിൽ ഡീസൽ വണ്ടിയൊക്കെ ഓടിക്കാനാണ് കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത്. ഇനി ഓടിക്കണമെന്ന് ആഗ്രഹമുള്ള വണ്ടി ഏതാ? എല്ലാ വണ്ടികളും ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതായത് ഓടിക്കണം എന്ന് ആഗ്രഹം അങ്ങനെ ഒരു വണ്ടിയിൽ അങ്ങനെ ഉറപ്പിച്ച് നിൽക്കാൻ പറ്റില്ല. കാരണം എൻ്റെ ലിസ്റ്റ് തന്നെ ഉണ്ട് 100ഓളം വണ്ടികൾ ഓടിക്കാൻ മാറ്റി വെച്ചേക്കുന്നത്. ഈ വീട്ടിൽ നിന്നൊക്കെ ഉള്ള ഒരു പിന്തുണ എങ്ങനെയാണ്? എല്ലാവരും വാഹനം ഓടിക്കുന്നവരാണോ? പിന്തുണ എന്ന് പറഞ്ഞാൽ വാഹനം ഓടിക്കുന്നവരാണ്. അപ്പോൾ വൈഫ് വാഹനം ഓടിക്കുന്ന ആളാണ്. വീട്ടിൽ നിന്ന് പിന്തുണ ഉണ്ട്, അല്ലെങ്കിൽ ഒന്നും കൊണ്ടുനടക്കാൻ പറ്റില്ല. സീരിയസ്ലി ഇതൊക്കെ എന്നേ നിന്ന് പോയേനെ. ഈ ഹോബി എന്ന് പറയുന്നത് വാഹനം ഓടിപ്പാ? അത് വേറെ ഏതെങ്കിലും ഹോബീസ് ഒക്കെ ഉണ്ടോ? ഹോബി അങ്ങനെ വേറെ പ്രത്യേകിച്ച് ഒന്നും പറയില്ല. പുസ്തകങ്ങൾ വായിക്കാറുണ്ട്, വണ്ടികൾ ഓടിക്കാറുണ്ട്, കഴിഞ്ഞു. സിനിമ കാണും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ. പാട്ട് പാടാറുണ്ടോ? ഇല്ല, പാട്ടൊന്നും പാട്ട് പാടിപ്പിക്കാൻ ചോദിച്ചായിരുന്നു. അപ്പം ഈ ഓണക്കാലമൊക്കെയാണ്, അപ്പൊ പുതിയ വാഹനമൊക്കെ എടുക്കാൻ വല്ല പ്ലാനും ഉണ്ടോ? വാഹനം എടുത്തിട്ട് 2 വർഷം ആവുന്നേ ഉള്ളൂ. അതായത് ജിംനി എടുത്തായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ അടുത്തൊരു പഴയ ഒരു ഫോക്സ്വാഗൺ വാങ്ങിയായിരുന്നു, എൻ്റെ ഓട്ടോമാറ്റിക് മേടിച്ചായിരുന്നു. അപ്പോൾ ഉടനെ ഒന്നും പ്ലാനില്ല, അല്ലേ അടുത്ത വർഷമൊക്കെ നോക്കാം. ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തുടങ്ങുമ്പോഴത്തേക്കും അത് നമ്മളെല്ലാവരും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയൊക്കെ ഉണ്ടായിരിക്കും എല്ലാത്തിനോടും. അപ്പോൾ അത് ഇതിൽ തന്നെ സ്പെസിഫൈ ചെയ്ത് പോകാം, അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കോമ്പറ്റീറ്റേഴ്സ് കൂടുതലാണ് എല്ലാത്തിലും. ഇപ്പം വാഹനങ്ങൾ നമുക്ക് അറിയണമെങ്കിൽ ഇപ്പോൾ ഓട്ടോ റിലേറ്റഡ് നമ്മൾ യൂട്യൂബിൽ അടിക്കുമ്പോഴത്തേനും കുറേ വരും. ഇന്ത്യയിലാണെങ്കിലും വിദേശത്താണെങ്കിലും കേരളത്തിലാണെങ്കിലും കുറേ ചാനൽസ് വരും. അപ്പം ഒന്നിൽ നിന്ന് നമ്മൾ തീർച്ചയായിട്ടും വ്യത്യസ്തരാവണം അല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ടൊക്കെ ഉള്ള വ്യത്യസ്തത എന്ന് പറയുന്നത് അത് നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമല്ല. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്കൊരു വലിയ വീക്ക്നെസ് ഉള്ളത്, ഞാനൊരു കണ്ടന്റ് ക്രിയേറ്റർ അല്ല, ഞാനൊരു വണ്ടി ഭ്രാന്തനാണ്. എനിക്ക് വണ്ടിയോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ കണ്ടന്റ് ഉണ്ടാക്കുന്നുള്ളൂ. തിരിച്ചായിട്ടുള്ള ആൾക്കാരുണ്ട്, കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി വണ്ടിയോട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അവരാണ് സക്സീഡ് ആവുക അല്ലെങ്കിൽ സക്സസ് ആവുക കൂടുതൽ. കാരണം അവർക്ക് കണ്ടന്റ് ഉണ്ടാക്കാനും എന്ത് കണ്ടാലും കണ്ടന്റാണ്. നമുക്ക് അങ്ങനല്ല, നമ്മൾ ചിലപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വേണം സമാനമായിട്ട് ഓടിച്ചു വരാൻ എന്നുള്ള ആ ഒരു മൈൻഡ് നമുക്ക് വരും. അതുപോലെ ഒരു പരിപാടിക്ക് പോകുമ്പോൾ നമുക്ക് വണ്ടി ഓടിക്കണം, അത് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ മാറ്റി വയ്ക്കും കണ്ടന്റ് ഉണ്ടാക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ പല ആളുകളും 100ഉം 150ഉം കണ്ടന്റ് ഉണ്ടാക്കും, ഞാൻ 1-2 ഒക്കെ ഉണ്ടാക്കിയിട്ട് വരും. അതൊരു വീക്ക്നെസ്സാണ് സീരിയസ്ലി. അതുകൊണ്ട് തന്നെ സർവൈവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ സംഭവം മാനേജിങ്. നമ്മളിപ്പോൾ ഒരു പുതിയ വാഹനമൊക്കെ ഒരു കമ്പനി ഇറക്കുമ്പോഴത്തേനും അതിന്റെ ടെസ്റ്റ് ഡ്രൈവിനൊക്കെ വിളിക്കുമല്ലോ, ഇൻവൈറ്റ് ചെയ്തിട്ട് പോകുന്നുണ്ടല്ലോ. അത് നമുക്ക് ഇൻവൈറ്റ് കിട്ടും, കിട്ടാതിരിക്കും, അത് ഡിപ്പെൻഡഡ് ആണ്. പക്ഷെ അത് വണ്ടി റിവ്യൂ ചെയ്യാനായിട്ടുള്ള ഒരു തടസ്സമൊന്നുമല്ല. നമുക്ക് ഷോറൂമുകളിൽ നിന്ന് എടുത്ത് ചെയ്യാം. ഞാൻ ഒരു രഹസ്യം പറയാം, അത് എല്ലാവരും അറിയാം. ഞാൻ ആദ്യമൊക്കെ വീഡിയോ ഉണ്ടാക്കുമ്പോൾ ഈ സർവീസ് സെന്ററിൽ, അല്ലെങ്കിൽ ഷോറൂമുകളിലെ ആളുകൾ നമുക്ക് വണ്ടി തരില്ലല്ലോ, കൊണ്ടുപോയി ഷൂട്ട് ചെയ്യാൻ തരില്ല. ഒന്നുകിൽ ഒരാൾ നമ്മുടെ കൂടെ വരും, അല്ലെങ്കിൽ ഡ്രൈവർ ഒരാൾ കൂടെ വരും. അപ്പം നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ചില ആൾക്കാർ സമ്മതിക്കില്ലായിരുന്നു. ഞാൻ പറയുന്നത് പ്രീ കോവിഡ് ഏറെയാണ് പണ്ടത്തെ. അപ്പം ഞാൻ എന്ത് ചോദിച്ചാൽ, ഞാൻ ഈ കള്ള ക്യാമറ ഒക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീട്ടിൽ പോയിട്ട് വോയിസ് ഓവർ കൊടുത്ത് വീഡിയോ ഇടും, അങ്ങനെ ചെയ്തിട്ടുണ്ട്. അതായിരുന്നു തുടക്കം എന്നൊക്കെ പറയുന്നത്. അപ്പം അന്നും ഈ പറഞ്ഞ മാതിരി കുറേ എക്സിക്യൂട്ടീവ്സിനെ ശത്രുക്കളാക്കി ഉണ്ടാവും മിക്കവാറും വണ്ടി കുറ്റമൊക്കെ പറയുമ്പോഴേ. നമുക്ക് ഈ വാഹന മോഡിഫിക്കേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഉള്ള വാർത്തകളും ആദ്യം CM അതിന് അനുകൂലമായിട്ട് പറഞ്ഞതും പിന്നീടുള്ളത് അതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ അതിനെ, എനിക്ക് അന്നേ അറിയായിരുന്നു അത് നടക്കാൻ പോകുന്ന കാര്യമൊന്നും അല്ലാന്ന്. അയ്യോ, ഇനിയിപ്പോൾ ആരും വന്ന് പൊങ്കാറുണ്ടല്ലോ. കാരണം അതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ. അതായത് നമ്മുടെ ഒരു നിയമം, മോട്ടോർ നിയമം എന്ന് പറയുന്നത് 80s നിയമമാണ്. അത് മാറിയിട്ടില്ല, മാറേണ്ടതാണ്, പക്ഷേ കുറേ ഒന്നും മാറിയിട്ടൊന്നുമില്ല. ഈ മോഡിഫിക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആഗ്രഹം എന്ന് പറയുന്നത്, ഞാനെപ്പോഴും ഈ ഇൻ്റർനാഷണൽ കണ്ടന്റ് ഫോളോ ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമുക്ക് അവിടെ UK MOT പോലെ നമുക്കിവിടെ ഒരു വണ്ടി മോഡിഫൈ ചെയ്തിട്ട് കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് റോഡ് വർത്തിയാണെന്ന് തെളിയിക്കാൻ ഒരു ഏജൻസി ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു തോന്നിയിട്ടുണ്ട്. പക്ഷെ അത് ആരോട് പറയും? അതിലൊന്നും ചോദിക്കണ്ടേ എന്ത് ചെയ്യണം എന്നുള്ളത്, എന്നാലും നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിനുള്ള ഓപ്ഷൻ ഇല്ല. നിയമങ്ങളിൽ കാതലായ മാറ്റങ്ങൾ വേണം. നിയമങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങൾക്കും അതുപോലെ ഗവൺമെൻറ്റിനും ഒരേപോലെ വർത്തായിരിക്കണം. കാരണം ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ അത് റോഡ് വർത്തിയാണ്, ലോക്കൽ ചാത്തൻ സാധനങ്ങൾ വെച്ചിട്ടല്ല വണ്ടി വന്നേക്കുന്നുള്ളതും, ഇത് റോഡിലേക്ക് ഇറങ്ങുന്നതുകൊണ്ട് ആളുകൾക്ക് അപകടമില്ല എന്നുള്ളതും, ഇതിടിച്ചാരും ഒന്നും പറ്റാനില്ല എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് സർട്ടിഫൈ ചെയ്ത് കൊടുത്താൽ ആ വണ്ടി ഓടിക്കാമല്ലോ.
അപ്പം ഒരുപാട് സന്തോഷം ഞങ്ങൾക്കിപ്പം ജോയിൻ ചെയ്തതിനും ഇത്രയും അറിവുകൾ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്തതിനും ഒക്കെ. അപ്പോൾ നല്ലൊരു ദിവസവും ഒപ്പം തന്നെ ഒരു ഓണക്കാലം വരാൻ പോകണം. എന്തൊക്കെ പ്രതീക്ഷകൾ? നല്ല പ്രതീക്ഷകളാണ്. വെക്കേഷൻ വരുന്നു, നാട്ടിലേക്ക് പോകണം. Okay. അപ്പോൾ തൃശ്ശൂരിലേക്ക് പോകണം. തൃശ്ശൂരിലെ ഓണമൊക്കെ എങ്ങനെ അടിപൊളിയാണോ? നല്ല ഓണമാണ്. ഓണക്കളികളും അല്ലെങ്കിൽ എന്താ പറയാ ചെറിയ ക്ലബ്ബും പരിപാടിയൊക്കെ ഉണ്ട് അവിടെ നാട്ടിലെല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാ കാര്യത്തിനും കൂടിയിട്ടുള്ള പരിപാടിയൊക്കെയാണ്. ഇപ്പൊ ഒരു നിശ്ചയമായിട്ട് സെലിബ്രേറ്റ് ചെയ്യണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നാട്ടോട്ട് പോകുമ്പോഴത്തേക്ക് അവരങ്ങനെ ഒരു നാട്ടുകാരൻ അങ്ങനെയൊന്നുമില്ല, അതൊക്കെ വെറുതെ ചുമ്മാ തോന്നുന്നതാണ്. ഓക്കെ, സാധാരണ പോലെ തന്നെയാണ് കാര്യങ്ങളൊക്കെ. ഓക്കെ. അപ്പം താങ്ക് യു സോ മച്ച് വന്നതിന് ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ പ്രേക്ഷകരോട് എന്തെങ്കിലും അധികമായിട്ട് പറയാനുണ്ടോ? അധികമായിട്ട് പറയാനുള്ളത്, വണ്ടി മര്യാദയ്ക്ക് നോക്കിയാൽ വണ്ടി നിങ്ങളുടെ കൂടെ നിൽക്കും. ജീവിതകാലം മുഴുവൻ നമുക്ക് ആ വണ്ടി കൊണ്ടു നടക്കാനും പറ്റും. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ E20 അടിക്കുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കുറച്ച് ഒരു ഗുണം കിട്ടും. മാക്സിമം നമുക്ക് ഇതൊക്കെ പറയാനുള്ളൂ, അല്ലാതെ അനുഭവിക്കാൻ തന്നെ ഉള്ളൂ. പക്ഷേ എല്ലാവർക്കും ഓണാശംസകൾ പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു. താങ്ക് യു. ഓക്കെ.